ഹലോ, നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കില്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ കല്യാണത്തിന് പോയതാണ് എല്ലാവരും. അപ്പോൾ ഇന്ന് ഈവനിങ് വന്നപ്പോൾ എല്ലാവർക്കും വിശന്നു. നമ്മൾ ഒരു ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ചോറിൻ്റെ കൂടെ ഒരു മുട്ട ഫ്രൈയും. അതിന് വേണ്ടി ഒരു തക്കാളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു കടായി വെച്ച് വെള്ളം ഒന്ന് മാറ്റട്ടെ ഗൈസ്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ചീനിച്ചട്ടി ചൂടാവട്ടെ ഗൈസ്. വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മറ്റത് ഉലുവ. ഇനി ഉലുവ ഇട്ട് ഇനി നമുക്ക് കടുക് നല്ല പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ വെക്കാം. കടുക് പൊട്ടി കടുക് ഇട്ടില്ല. ഇപ്പോൾ ടൊമാറ്റോ അതിന് ഒന്നിച്ചിട്ട് തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ചെറുങ്ങനെ നമുക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണിട്ട് പൊടിയിട്ടുള്ളവർക്ക് പൊടിയിപ്പിടാം. നമ്മൾ ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഇടണം ഗായ്സ്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയേ. കുട്ടിയെ കൊടുക്കുന്നുണ്ട്, എരിവ് വേണ്ട. ഒരു പച്ചമുളക് ചീരി ഇട്ടു. അടുത്തതായിട്ട് മുട്ട പൊട്ടിക്കണം. നിങ്ങൾ ആളനുസരിച്ചിട്ട് മുട്ട പൊട്ടിച്ചാൽ മതി. ഞങ്ങളിവിടെ 2 മുട്ടയാട്ടോ എടുക്കുന്നത്. ഞങ്ങൾക്ക് 4 ആക്കാൻ മതി കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അത് നല്ലവണ്ണം. അടുത്ത ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഇടണം ഗായ്സ്. ഒരു നല്ല ചിക്കൻ മസാല ഇട്ട്. അപ്പം ഞങ്ങൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു പേരിടണം. നിങ്ങളൊരു പേരിടണം ഗായ്സിന്. അപ്പം ഞങ്ങളിവിടെ ഇതിന് പേരിട്ടിരിക്കുകയാണ് മുട്ട ഫ്രൈ. ചിരിക്കരുത്, ഫ്രൈ. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് കൊണ്ടുപോകണം. ചോറ് വേവാറായി. നമ്മൾ ചോറിനും ചപ്പാത്തിയും കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും.